ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, ദൈവം സ്നേഹം തന്നെ എന്ന് നമ്മെ ഓർപ്പിക്കുന്നു. ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, ദൈവം സ്നേഹമാണെന്നല്ല, സ്നേഹം തന്നെയാണ് എന്ന് നമ്മെ ഓർപ്പിക്കുന്നു. ആ സ്നേഹവാനായ ദൈവത്തെ സ്നേഹിക്കാത്ത ഒരുത്തനും ദൈവത്തിൽ നിന്നുള്ളവനല്ല എന്ന് നമ്മെ തിരുവെഴുത്ത് ഓർപ്പിക്കുന്നു. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകണം. യഥാർത്ഥമായി നമ്മുടെ ജീവിതം ദൈവത്തെ സ്നേഹിക്കുന്നതായി തീർന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ ചെന്ന് ദൈവികമായ അനുഭവങ്ങളെ അവകാശമായി പ്രാപിപ്പാൻ നമുക്ക് ഇടയാകത്തുള്ളൂ. യാക്കോബ് എഴുതിയ 1-ാം ലേഖനം, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്കൊരുക്കിയിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കുമെന്ന് പറയുന്നു. അവിടെ ആ വാക്യത്തിൽ നാം ഉണരേണ്ടത്, ദൈവം ജീവകിരീടം ഒരുക്കിയിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണെന്നുള്ളതാണ്. വീണ്ടും അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലാണോ നാം വായിക്കുമ്പോൾ, അവിടെ നമുക്ക് കാണുവാൻ കഴിയും, നാം ലോകത്തിൽ ദരിദ്രരെങ്കിലും വിശ്വാസത്തിൽ സമ്പന്നരും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന് അവകാശികളുമാണ് എന്ന് നമ്മെ ഓർപ്പിക്കുവാനിടയാകുന്നു. ശ്രദ്ധിക്കണേ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് ദൈവരാജ്യം വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത ദൈവരാജ്യത്തിൽ ചെന്ന് ചേരുവാനും മാത്രമല്ല, ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്ത കിരീടം പ്രാപിക്കുവാനും നമുക്കിടയാകത്തുള്ളൂ. ദൈവരാജ്യത്തിൽ വിവിധങ്ങളായ അനുഭവങ്ങളുണ്ട്, വിവിധങ്ങളായ വാസസ്ഥലങ്ങളുണ്ട്. അതിൽ പലരും ചെന്ന് ചേരുവാനിടയാകും. എല്ലാവരും അതത് നിലയ്ക്ക് ഏറ്റവണ്ണമാണ് ദൈവരാജ്യം അവകാശമാക്കുവാനിടയാകുന്നത്. എന്നാൽ കിരീടം പ്രാപിക്കുന്നവരായി, ദൈവരാജ്യം അവകാശമാക്കി കിരീടം പ്രാപിക്കുന്നവരായി തീരുക എന്ന് പറയുമ്പോൾ ദൈവമക്കളെ നാം ഉണരുവാനിടയാകണം. ആത്മീകമായി നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയിൽ പുതിയ നിയമസഭയ്ക്ക് കൊടുക്കപ്പെടുന്ന ഒരനുഭവമാണ് ആ കിരീടം എന്ന് പറയുന്നത്. യേശുവിനോട് കൂടെ അധികാരം പ്രാപിച്ചുകൊണ്ട് കിരീടധാരികളായി യേശുവിനോടുകൂടെ വാഴുവാൻ, ജീവിക്കുവാൻ ഇടയാകുന്ന ഒരനുഭവം. നമുക്കറിയാം, എല്ലാവർക്കും ഒന്നും കിരീടം ഇല്ല എന്ന് നമുക്കത് വ്യക്തമായി മനസ്സിലാകണമെങ്കിൽ ഇംഗ്ലണ്ടിലേക്ക് നോക്കിയാൽ മതി. ഇംഗ്ലണ്ടിൽ ഒത്തിരി ജനങ്ങളുണ്ട്, ഒത്തിരി ഭരണാധികാരികളുണ്ട്. പ്രസിഡന്റും പ്രധാനമന്ത്രിയും മറ്റെല്ലാ സ്ഥാനക്കാരും അവിടെയുണ്ട്. പക്ഷെ അവർക്കാർക്കും കിരീടമില്ല. ഒരേ ഒരാൾക്കേ ഉള്ളൂ, ബ്രിട്ടീഷ് രാജാവിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജ്ഞിക്ക് കിരീടമുണ്ട് എന്നുള്ളതാണ് സത്യം. അങ്ങനെയെങ്കിൽ നാം ദൈവരാജ്യം അവകാശമാക്കുമെന്ന് പറഞ്ഞ് അതിൽ പ്രശംസിച്ചത് കൊണ്ടായില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവരാജ്യം മാത്രമല്ല വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, പിന്നെയോ തന്നെ സ്നേഹിക്കുന്നവർക്ക് കിരീടം കൂടെ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവരാജ്യത്തിന് അവകാശികൾ എന്നുള്ളതിലപ്പുറമായി ക്രിസ്തുവിനോട് കൂടെ വാഴത്തക്കവണ്ണം സിംഹാസനസ്ഥരായി കർത്താവിനോടുകൂടെ വാഴത്തക്കവണ്ണം ഒരു കിരീടധാരിയായി തീരുവാൻ നമുക്കിടയാകണം. അതാണ് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. അഥവാ നാം അതിനായിട്ടാണ് നമ്മുടെ കർത്താവിനെ സ്നേഹിക്കേണ്ടതെന്നുള്ളതാണ് സത്യം. സ്നേഹിച്ച് എന്തെങ്കിലുമൊക്കെ കിട്ടി എവിടെയെങ്കിലും സ്വർഗത്തിന്റെ ഒരു മൂലയ്ക്ക് കാണപ്പെടുവാനല്ല നാം ആഗ്രഹിക്കേണ്ടത്. നാം സിംഹാസനസ്ഥരായി തന്നോടുകൂടെ കിരീടധാരിയായി ഇരിപ്പാൻ നമുക്കിടയാകണം. ആത്മീയമായി നാം അതിനെ പഠിക്കുമ്പോൾ തിരുവെഴുത്തിൽ നമുക്കറിയാം ആ കിരീടധാരി ആരാണെന്നുള്ളത്. കർത്താവിൻ്റെ കാന്തയായ മണവാട്ടിയാണ്. സങ്കീർത്തനങ്ങളിൽ 45-ാം സങ്കീർത്തനത്തിലാണോ നാം വായിക്കുമ്പോൾ, നിന്റെ വലതുഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞ്
കിരീടമണിഞ്ഞ് ഇരിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. സങ്കീർത്തനം 45:9. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരിമാരുണ്ട്. നിന്റെ വലത്തു ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞ് നിൽക്കുന്നു. ആ തങ്കമെന്ന് പറയുന്നത് തനിക്ക് കൊടുക്കപ്പെട്ടതായ കിരീടമാണ്. കിരീടത്തിലാണ് ആ വിലയേറിയ തങ്കം അണിയപ്പെടുവാനിടയാകുന്നത്. നാം മുമ്പേ കണ്ട യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്കറിയാം, സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത കിരീടം എന്നൊരനുഭവം. ആകയാൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിൻ്റെ കാന്തയായി, കർത്താവിൻ്റെ മണവാട്ടിയായി, തന്റെ സന്നിധിയിൽ കിരീടധാരിയായി തന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരുത്തപ്പെടുവാൻ നമുക്കിടയാകണം. അതായിരിക്കട്ടെ ദൈവമക്കളായ നമ്മുടെ പ്രത്യാശ. ആ ഒരു അനുഭവത്തിലേക്ക് നാം വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരണമെന്നുള്ളതാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലാണോ നാം വായിക്കുമ്പോൾ ദൈവം തൻ്റെ സ്നേഹം പ്രദർശിപ്പിച്ചതായി വെളിപ്പെടുത്തിയതായി നാം വായിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം. അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. ശ്രദ്ധിക്കണേ, അതിൻ്റെ 8-ാം വാക്യത്തിലാണ് നാം കാണുന്നത് ദൈവം സ്നേഹമാണ് എന്നുള്ളത്. ആ സ്നേഹവാനായ ദൈവം തൻ്റെ സ്നേഹം നമുക്ക് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം, അഥവാ സാക്ഷാൽ സ്നേഹമായി ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാൻ വേണ്ടി ദൈവം യേശുവിനെ നമുക്കായി അയച്ച് തരുവാൻ ഇടയായി എന്നാണ്. ദൈവം നമുക്കായി യേശുവിനെ അയച്ച് തന്നത് ദൈവത്തിൻ്റെ സാക്ഷാൽ സ്നേഹമാണ് എന്ന് നാം അവിടെ വായിക്കുന്നു. വീണ്ടും റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ഗുണവാന് വേണ്ടി ആരെങ്കിലും മരിക്കുമായിരിക്കും, ഒരുപക്ഷെ നീതിമാന് വേണ്ടി ആരെങ്കിലും മരിക്കുമോ എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ അടുത്ത വാക്കെന്താണ് പറയുന്നത്? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ച് ദൈവം തൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തി എന്നാണ്. റോമാലേഖനം 5-ാം അധ്യായം 8-ാം വാക്യം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്നാണ്. ഗുണവാന് വേണ്ടി മരിക്കുമായിരിക്കും, നീതിമാന് വേണ്ടി മരിക്കുമായിരിക്കും, അതൊക്കെ മാനുഷിക സ്നേഹമാണ്. പക്ഷെ ദൈവസ്നേഹം വെളിപ്പെടുത്തിയത് നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി യേശുവിനെ കാൽവറി ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ച് പിശാചിന്റെ മക്കളായി തീർന്നവരെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ തക്കവണ്ണം ആ സ്നേഹവാനായ ദൈവത്തിന്റെ സ്നേഹം നമ്മിൽ പകരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സ്നേഹത്തെ ദൈവം വെളിപ്പെടുത്തുവാനിടയാകുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ തന്നെയല്ലേ നാം വായിക്കുന്നുണ്ടെന്നാണ്, പാപം ചെയ്യുന്നവനൊക്കെയും പിശാചിന്റെ മകനാണ് എന്ന് പറയുന്നു. അടുത്ത വാക്ക് നാം വായിക്കുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായി എന്ന് പറയുന്നു. നമ്മെ പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുവാൻ, അഥവാ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കുവാനാണ് യേശു ലോകത്തിലേക്ക് വരുവാനിടയായത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവവുമായി നമുക്കൊരു ബന്ധവുമില്ലാതെ, ദൈവത്തെ അറിയാതെ, ദൈവത്തെ സ്നേഹിപ്പാൻ കഴിവില്ലാതെ, ഒരുപക്ഷെ പാപത്തിന്റെ കാഠിന്യത്തിൽ പിശാചിന്റെ കഠിനതയിൽ നാം ജീവിക്കും ദൈവത്തെ വെറുക്കുന്നവരായി, ദൈവത്തെ ഭ്രാകുന്നവരായി, ദൈവത്തെ തള്ളിക്കളയുവാൻ ഉത്സാഹിക്കുന്നവരായൊക്കെ ജീവിച്ച ഒരു ജീവിത സാഹചര്യത്തിൽ നാം ആയിരുന്നപ്പോഴാണ് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചു എന്നുള്ള ആ ശ്രേഷ്ഠമേറിയൊരു ശബ്ദം നമ്മുടെ കാതിൽ മുഴങ്ങുവാനിടയാകുന്നത്. പാപികളായിരിക്കെ, ഞാൻ ദൈവത്തിന് ശത്രു ആയിരിക്കെ എനിക്ക് വേണ്ടി ഒരുവൻ മരിച്ചു എന്നോ, എന്റെ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുക്കുവാൻ സ്നേഹസ്വരൂപനായ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്നോ, ആ ഒരറിവാണ് ദൈവമക്കളെ പാപിയെ മാനസാന്തരത്തിലേക്ക് നടത്തുവാനിടയാകുന്നത്. നമ്മുടെ ജീവിതത്തിലും ആ നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ നാം ആ സത്യം ഉൾക്കൊണ്ട്, യേശു ഞാൻ പാപിയായിരിക്കുമ്പോഴേ എനിക്ക് വേണ്ടി മരിച്ചു എന്നുണർന്ന് ആ യേശുവിനോടുള്ള സ്നേഹം നമ്മിൽ ഉണ്ടായിട്ടാണ് നാം ദൈവവൈതലായി തീരുവാൻ തക്കവണ്ണം യേശുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരായി ദൈവമക്കളായി മാറുവാനിടയായത്. അങ്ങനെ ദൈവമക്കളായി നാം മാറിക്കഴിഞ്ഞപ്പോൾ
നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം തമ്മിൽ വർദ്ധിക്കത്തക്കവണ്ണം, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം മനസാന്തര സ്നാനത്തിന്റെ ഉപദേശം നാം പഠിച്ചപ്പോൾ, അഥവാ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്നവർ യേശു പാപികളുടെ രക്ഷകനാണ്, തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുന്നവനാണ് എന്നുള്ള ആ സദ്വർത്തമാനം നമ്മൾ അറിയിച്ചപ്പോൾ, അങ്ങനെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ ആഗ്രഹിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടുവാൻ ഇടയാകുന്ന ഒരനുഭവം. അങ്ങനെയാണ് ദൈവമക്കളെ നാം ദൈവമക്കളായി ദൈവത്തിനുള്ളവരായി തീരുവാൻ, അഥവാ ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരുവാൻ ഇടയാകുന്നത്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ നാം മുകളിൽ വായിക്കുമ്പോൾ നാം വായിക്കുന്നുണ്ട്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, പിന്നെയോ അവൻ നമ്മെ സ്നേഹിച്ചതാണ് സാക്ഷാൽ സ്നേഹമെന്ന് നമ്മെ ഓർപ്പിക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകും. ശ്രദ്ധിക്കണം കേട്ടോ, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല. പാപികളായിരുന്നപ്പോൾ നാം ദൈവത്തെ വെറുത്തവരാണ്. പക്ഷെ ദൈവം തന്റെ പുത്രനെ അയച്ച് തന്റെ സാക്ഷാൽ സ്നേഹം വെളിപ്പെടുത്തിയപ്പോൾ, അഥവാ ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചപ്പോൾ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാതിരിപ്പാൻ കഴിയാത്തൊരവസ്ഥയായി. അതുകൊണ്ടാണ് ആ 4-ാം അധ്യായത്തിൽ തന്നെ താഴോട്ട് നാം വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം ദൈവത്തെ സ്നേഹിക്കുന്നു. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 1 യോഹന്നാൻ 4-ാം അധ്യായം 19-ാം വാക്യം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ശ്രദ്ധിക്കണേ, യേശുവിനെ നമുക്ക് വേണ്ടി പ്രായശ്ചിത്തമായി തന്ന ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തിയപ്പോൾ ആ സ്നേഹം രുചിച്ചറിഞ്ഞ നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരുവാനിടയാകുന്നു. അങ്ങനെയാണ് ദൈവമക്കളെ യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തിൽ നാം ദൈവസ്നേഹമുള്ളവരായി തീരുവാനിടയായത്. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് പകർന്നു തന്നില്ലായിരുന്നെങ്കിൽ, ആ ദൈവസ്നേഹത്തെ ദൈവം വെളിപ്പെടുത്തി നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ചില്ലായിരുന്നെങ്കിൽ, ഇന്ന് നാം ദൈവത്തെ സ്നേഹിക്കാത്തവരായി ഒരുപക്ഷെ ദൈവത്തിന് ശത്രുവായി ലോകത്തിൽ ജീവിക്കുമായിരുന്നു. എന്നാൽ ദൈവം നമ്മോട് കാണിച്ച മഹാകരുണയും ദയയുമാണ് ആ ദൈവസ്നേഹം അനുഭവിപ്പാൻ നമുക്കൊരു ഭാഗ്യം നൽകി. ആകയാൽ ഇത് നാം ആരാണ്? നാം ദൈവത്തെ സ്നേഹിക്കുന്നവൻ. പക്ഷേ അതുകൊണ്ടായില്ല, അതല്ല കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നാം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിലാണോ വായിക്കുമ്പോൾ യേശു അവിടെ പറയുന്നൊരു വാക്കുണ്ടെന്താണ്? എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവനും എനിക്ക് യോഗ്യനല്ല എന്ന് കർത്താവ് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 37-ാം വാക്യം. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവനും എനിക്ക് യോഗ്യനല്ല. ശ്രദ്ധിക്കണേ, നാം മറ്റെല്ലാവരെക്കാളും അധികമായി യേശുവിനെ സ്നേഹിക്കുന്നവരാകണമെന്നുള്ളതാണ്. നാം മകനെ സ്നേഹിക്കുന്നു, മകളെ സ്നേഹിക്കുന്നു, പിതാവിനെ സ്നേഹിക്കുന്നു, മാതാവിനെ സ്നേഹിക്കുന്നു. പക്ഷേ ആ നിലയിൽ മാത്രം നാം യേശുവിനെ സ്നേഹിക്കുന്നവരായി കാണപ്പെട്ടാൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വിശേഷതയും കർത്താവ് കൽപ്പിക്കുന്നില്ല. അഥവാ നാം യേശുവിനുള്ളവരല്ലെന്ന് തീർത്ത് കർത്താവ് പറയുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നാം എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നത്? മറ്റുള്ളവരെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ നാം യേശുവിനെയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. അതിലപ്പുറമായി, അതിലധികമായി ഞാൻ എൻ്റെ കർത്താവിനെയാണ് അധികം സ്നേഹിക്കുന്നത് എന്നൊരു വാക്ക് നമുക്ക് പറയാൻ കഴിയുമോ? എൻ്റെ അപ്പനേക്കാൾ അധികമായി, എൻ്റെ അമ്മയേക്കാൾ അധികമായി, എൻ്റെ മകനേക്കാൾ അധികമായി, എൻ്റെ മകനേക്കാൾ അധികമായി ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? അതാണ് ദൈവമക്കളെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതായ സ്നേഹമെന്ന് പറയുന്നത്. ആകയാൽ ദൈവമക്കളെ, ഈ നാൾക്കളിൽ നമ്മുടെ ജീവിതത്തിൽ ആ നിലയിൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലും അധികമായി നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നവരായി തീരുവാൻ നമുക്കിടയാകേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. യോഹന്നാൻ സുവിശേഷം അവസാന അധ്യായത്തിൽ കർത്താവ് പത്രോസിനെ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ് പത്രോസിനോട് പറയുന്നത്? നീ ഇവരിൽ അധികമായി
എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവിൻ്റെ ചുറ്റും തൻ്റെ 11 അപ്പസ്തോലന്മാർ നിപ്പുണ്ട്. അതിൽ കർത്താവിനെ അധികമായി സ്നേഹിക്കുന്ന യോഹന്നാൻ അപ്പസ്തോലനും അവിടെ നിൽപ്പുണ്ട്. പക്ഷെ കർത്താവ് പത്രോസിനോടാണ് ചോദിക്കുന്നത്, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? എന്താണ് അതിന്റെ അർത്ഥം? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ശ്രദ്ധിക്കണേ, ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഇവരെന്ന് പറയുമ്പോൾ യേശുവിനെ സ്നേഹിക്കുന്ന യേശുവിന്റെ അപ്പസ്തോലന്മാരാണ്. യേശുവിന് വേണ്ടി മരിപ്പാൻ പോലും ഒരുക്കമുള്ളവരെന്ന് പറഞ്ഞുകൊണ്ട് ഗെത്സമന തോട്ടത്തിലേക്ക് പോകും മുമ്പേ കർത്താവേ, പത്രോസിനോട് ചേർന്ന് എല്ലാവരും പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ നിനക്ക് വേണ്ടി മരിപ്പാൻ പോലും ഒരുങ്ങിയിരിക്കുന്നു എന്ന്. അത്രയ്ക്ക് കർത്താവിനെ സ്നേഹിക്കുന്നവരാണ് കേട്ടോ. പക്ഷെ കുഴപ്പമുണ്ടായി. എന്താണ്? നമ്മുടെ മാനുഷിക ബലഹീനത പോലെ ഗെത്സമന തോട്ടത്തിൽ വന്നപ്പോൾ കർത്താവിനെ പിടിച്ചപ്പോൾ ഈ മിടുക്കന്മാരെല്ലാം ഓടി രക്ഷപ്പെടുവാനിടയായി. അല്പമെങ്കിലും സ്നേഹം കൂടുതൽ ഉണ്ടായിരുന്ന യോഹന്നാൻ അപ്പസ്തോലൻ മാത്രമാണ് യേശുവിന്റെ പിന്നാലെ പോകുവാനിടയായത്. പത്രോസിനും സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷെ ദൂരെ മാറി ഒളിച്ചാണ് പോകുവാനിടയായത്. എന്നാൽ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, ഇവരൊക്കെ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെന്ന് കർത്താവിന് ബോധ്യതയുള്ളപ്പോഴും പത്രോസിനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഇവർ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കും. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളിൽ എത്ര പേർക്ക് അങ്ങനെ ഒരു ധൈര്യത്തോടെ കൈ ഉയർത്താൻ കഴിയും? ഇവിടെ ഇരിക്കുന്നവരെല്ലാം യേശുവിനെ സ്നേഹിക്കുന്നവരാണ്. എങ്കിൽ ഇവിടെ വരത്തില്ലായിരുന്നു. ഈ സഭാ ഹാളിൽ ആരാധനയിൽ ഇരിക്കുന്ന ദൈവമക്കൾ എല്ലാവരും തന്നെ യേശുവിനെ സ്നേഹിക്കുന്നവരാണ്. പക്ഷെ എനിക്ക് കർത്താവേ ഒരു വിശേഷത വേണം. ഞാൻ അങ്ങയെ ഇവരൊക്കെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി സ്നേഹിപ്പാൻ എനിക്ക് ഇടയാകണമെന്ന്. ഇടയായി എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം പലരുടെയും ജീവിതം പരിശോധിച്ചാൽ ദൈവസ്നേഹം എന്ന് പറയുന്നത് പേരിന് മാത്രമേ ഉള്ളൂ. ചടങ്ങായി കടമയ്ക്കായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. അതിനേക്കാൾ അധികമായി ഭൗതികമായി ഇതിനെ സ്നേഹിക്കുന്നവരും ലൗകികമായി ഇതിനെ സ്നേഹിക്കുന്നവരും തങ്ങൾക്കുള്ളവരെ സ്നേഹിക്കുന്നവരും ഒക്കെയാണ് ഇല്ലേ? ആരാധനയ്ക്ക് പോകാൻ നേരത്ത് പ്രിയപ്പെട്ടവൾ പറയുകയാണ്, അച്ഛൻ ഇരിക്കുന്ന തലവേദനയാണ്, ഞാൻ ആരാധനയ്ക്ക് വരുന്നില്ല, അച്ഛനും പോട്ടെ, ഇവിടെ ഇരിക്കും, എനിക്കൊരു കൂട്ടാകട്ടെന്ന് പറഞ്ഞാൽ അച്ചാച്ചൻ അമ്മാമയെ സ്നേഹിച്ച് എന്ത് ചെയ്യും? അമ്മാമ്മയുടെ കൂടെ അവിടെ ഇരിപ്പാനിടയാകും. കാരണം അച്ചാച്ചന്റെ സ്നേഹം അമ്മാമ്മയോടാണ്. അതുകൊണ്ട് അമ്മാമ്മയേക്കാൾ അധികമായി യേശുവിനെ സ്നേഹിപ്പാൻ അച്ചാച്ചന് കഴിയാത്തത് കൊണ്ട് അച്ചാച്ചൻ ആരാധന മുടക്കി വീട്ടിലിരിക്കും. ഇതല്ലേ നമ്മുടെ അനുഭവം? നമ്മുടെ പ്രിയപ്പെട്ടവരെക്കാൾ അധികമായി നാം യേശുവിനെ സ്നേഹിക്കുന്നവരെന്ന് പറവാൻ, അവരെക്കാൾ അധികമായി മറ്റുള്ളവർ യേശുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് പറവാൻ ദൈവമക്കളെ നമുക്കിടയാകണം. അത് നമുക്ക് എങ്ങനെ സാധ്യമാകുമെന്ന് ചോദിച്ചാൽ നന്നായി ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കേട്ടോ. ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹ നിമിത്തമായി നാം ഇപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരുകയാണ്. എല്ലാവരും യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ ഞാനും യേശുവിനെ സ്നേഹിക്കുന്നു. എന്നാൽ ദൈവം എന്നെ നിന്ന് ആഗ്രഹിക്കുന്നത് അധികമായൊരു സ്നേഹമാണ് എന്നുള്ളത് ഞാൻ ഉണരുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ അതിനായി ഞാൻ ഉത്സാഹിക്കുമ്പോൾ ദൈവം എന്നെ സഹായിക്കുന്ന ഒരനുഭവം നമുക്ക് റോമാലേഖനം 5-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. അതിന്റെ 5-ാം വാക്യമല്ലേ നാം ഇങ്ങനെ വായിക്കുന്നു, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു എന്ന് വായിക്കുന്നു. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവൈദ്യരായി ദൈവത്തെ സ്നേഹിക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നീ അധികമായി ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്തു വേണം? കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമെങ്കിൽ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹത്തെ നമ്മുടെ ഹൃദയത്തിൽ പകരുവാനിടയാകും. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകരപ്പെടുവാനിടയാകുമെന്ന് മുമ്പേ നാം കണ്ടു. ദൈവം സ്നേഹിച്ചത് കൊണ്ടാണ് നാം എന്ത് ചെയ്യുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്നത് ഇല്ലേ? ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ദൈവത്തെ നാം അധികമായി സ്നേഹിക്കേണ്ടതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ ആ ദൈവികമായ ശ്രേഷ്ഠമേറിയ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകരപ്പെടുകയാണ്. ഇനിയിപ്പോ ദൈവത്തെ അധികമായി സ്നേഹിക്കാതിരിക്കാൻ കഴിയുമോ? അപ്പോസ്തലനായ പൗലോസ് പറയുന്നൊരു വാക്കുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ
നിർബന്ധിക്കുന്നു എന്ന്. എന്താണ്? ക്രിസ്തുവിന്റെ സ്നേഹം തന്നെ നിർബന്ധിക്കുന്നു എന്നാണ്. എന്തെല്ലാം കഷ്ടം വന്നാലും ശരി, പ്രശ്നങ്ങൾ വന്നാലും ശരി, പീഡകൾ വന്നാലും ശരി, ക്രിസ്തുയേശുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് ഞാൻ വേർപിരിയുകയില്ല എന്നുറയ്ക്കത്തക്കവണ്ണം ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് 2 കൊരിന്ത്യർ 5-ാം അധ്യായം 11-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യം. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എന്നാണ്. അതിന്റെ ഒന്നാമത്തെ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ, റോമാലേഖനം നാം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും. എന്താണ്? കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ എന്തു വന്നാലും ശരി, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിപ്പാൻ യാതൊരു ശക്തിക്കും കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ജീവിതത്തിന്റെ പ്രതികൂലതകൾ, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഈ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിച്ചിട്ട് ദൈവസ്നേഹത്തിൽ നിന്ന് അന്യപ്പെട്ടു പോകാതെ, ദൈവസ്നേഹത്തിൽ നിന്ന് വിദൂരതയിലേക്ക് പോകാതെ, അധികമായി ദൈവത്തെ സ്നേഹിക്കത്തക്കവണ്ണം ആ കഷ്ടങ്ങളുടെ മധ്യേയും, ആ പീഡയുടെ മധ്യേയും, ആ നഗ്നതയുടെ മധ്യേയും, ആ വാളിന്റെ മധ്യേയും ദൈവത്തെ അധികമായി സ്നേഹിക്കുവാൻ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം 35-ാം വാക്യം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ, ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. എത്ര ദൈവമക്കൾക്ക് പറയാൻ കഴിയും? പീഡ വരട്ടെ, കഷ്ടത വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, ദൈവത്തെ വിട്ടോടുമോ? ഇഷ്ടക്കേട് വരട്ടെ, താല്പര്യങ്ങൾക്ക് മാറട്ടെ, ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ തള്ളിക്കളയുന്നവരായി തീരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകാൻ ഇരിക്കുന്ന, നാം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ആ പീഡാകാലത്തിലേക്ക് നാം വരുമ്പോൾ, ആ പരീക്ഷാകാലത്തിലേക്ക് നാം വരുമ്പോൾ, ദൈവമക്കളെ, ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട നമുക്ക് മാത്രമേ അതിൽ ഉറച്ചു നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ക്രിസ്തുവിന്റെ സ്നേഹത്തെ വിട്ട് അന്യപ്പെടാതെ വണ്ണം നാം സൂക്ഷിക്കപ്പെടണമെങ്കിൽ ഈ ദൈവ സ്നേഹത്താൽ നിറയുവാനിടയാകണം. ഓരോ നാളും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി ദൈവസ്നേഹം ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പകരുമ്പോൾ, സമൃദ്ധിയായ ദൈവസ്നേഹം നമ്മിൽ പകരുമ്പോൾ, ആ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിച്ചിട്ട് നാം കർത്താവിന് വേണ്ടി ജീവിക്കുവാനെന്നല്ല, കർത്താവിന് വേണ്ടി മരിപ്പാൻ പോലും ഒരുക്കമുള്ളവരായി മാറുവാൻ നമുക്കിടയാകും. രക്തസാക്ഷികളുടെ പുസ്തകത്തിൽ ഒരു സംഭവം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. 10 പേര് തടാകത്തിൽ ഐസായി ഉറച്ച വെള്ളത്തിൽ ഇറക്കി നിർത്തിയിരിക്കുകയാണ്. പടയാളികൾ ചുറ്റും നിൽക്കുന്നുണ്ട്, നായകൻ മുൻപിൽ നിൽക്കുന്നുണ്ട്, വലിയൊരു തീക്കുണ്ടം അവിടെ കത്തി ജ്വലിക്കുന്നുണ്ട്. ഈ 10 പേരും ക്രിസ്ത്യാനികളായത് നിമിത്തം പീഡിപ്പിക്കപ്പെടുവാനായി, കൊല്ലപ്പെടുവാനായി തടാകത്തിൽ ഇറക്കി നിർത്തിയിരിക്കുകയാണ്. അവരോട് പറയുന്ന ഒരു വാക്കുണ്ട്, നീ യേശുവിനെ തള്ളി പറഞ്ഞാൽ നിന്നെ ആ തടാകത്തിൽ നിന്ന് കയറ്റി കരയിൽ കൊണ്ടുവരും, നീ ഇവിടെ തീ കാഞ്ഞ് നിന്റെ ജീവൻ രക്ഷിക്കും, ഇല്ല എങ്കിൽ നീ ആ തടാകത്തിൽ മരിക്കത്തേ ഉള്ളെന്ന്. ശ്രദ്ധിക്കണം ദൈവമക്കളെ. 1, 2, 3, 4, 5, 6, 7, 8, 9 പേരും ആ വെള്ളത്തിലേക്ക് മരിച്ച് വെള്ളത്തിലേക്ക് താണു പോകുവാനിടയായി. ഇത് കണ്ടു നിന്ന 10-ാമൻ ഭയപ്പെട്ടുകൊണ്ട്, അയ്യോ എന്നെ രക്ഷിക്കണേ, ഞാൻ യേശുവിനെ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ തടാകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഉത്സാഹിച്ചു. പടയാളികൾ അവനെ വലിച്ചു കയറ്റി അവനെ ഈ കുണ്ടത്തിനടുത്തേക്ക് കൊണ്ടുപോയി അവൻ തീ കാഞ്ഞ് ജീവൻ രക്ഷിക്കുവാനിടയായി. ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പടയാളികൾ ശ്രദ്ധിച്ചപ്പോൾ മറ്റൊരു കാഴ്ച കണ്ടു. ഒരുത്തൻ ബന്ധപ്പെട്ട് തടാകത്തിലേക്ക് ഇറങ്ങുന്നു. പടയാളികളിൽ ഒരുവൻ ബന്ധപ്പെട്ട് പ്രയാസപ്പെട്ട് തടാകത്തിലേക്ക് ചാടി ഇറങ്ങുകയാണ്. എല്ലാവരും പകച്ചു നിൽക്കുമ്പോൾ അവൻ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ ഞാൻ അധികമായി സ്നേഹിക്കുന്നു. നിനക്കെന്താ വട്ടാണോ എന്ന് കൂട്ടുകാർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഇവിടെ ഞാൻ 10 കിരീടങ്ങളെ കണ്ടു. ഓരോരുത്തരും വെള്ളത്തിലേക്ക് വീണ് മരിക്കുമ്പോൾ അവരുടെ തലയിലേക്ക് ആ കിരീടം ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ട് എനിക്കും ആ കിരീടം വേണം. 10-ാമത്തവൻ കരക്ക് കയറി രക്ഷപ്പെട്ടവന്റെ കിരീടം അവകാശിയില്ലാതെ ഇവിടെ ചുറ്റിത്തിരിയുന്നത് ഞാൻ കാണുന്നുണ്ട്. ആ കിരീടം എനിക്ക് വേണം.
താൻ രക്തസാക്ഷിയായി യേശുവിന് വേണ്ടി ജീവൻ കൊടുത്ത് മരിപ്പാൻ ഇടയായി എന്നാണ് ആ കിരീടം പ്രാപിക്കുവാൻ വേണ്ടി എത്ര പേർ ദൈവമക്കളെ ഏൽപ്പിച്ചു കൊടുക്കും? അധികമായി യേശുവിനെ സ്നേഹിക്കുന്നവരായി, യേശുവിനെ തന്നെ അധികമായി സ്നേഹിക്കുന്നവരായി, മറ്റുള്ളവരെക്കാൾ അധികമായി യേശുവിനെ സ്നേഹിക്കുന്നവരായി, എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കഷ്ടങ്ങളും നമ്മുടെ നേരെ വന്നാലും ദൈവ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായി യേശുവിനെ സ്നേഹിപ്പാൻ നമുക്കിടയാകണമെങ്കിൽ, ആ ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ, കുഞ്ഞാടിന്റെ കാന്തിയായ മണവാട്ടിയായി കർത്താവിനോട് കൂടെ തന്റെ വലതുഭാഗത്ത് കിരീടധാരിയായി നിൽക്കുവാൻ നമുക്കിടയാകണമെങ്കിൽ, അഭിഷേകത്താൽ നിറഞ്ഞ് ദൈവസ്നേഹ ഹൃദയത്തിൽ സംഭരിച്ചിട്ട് ആ ദൈവസ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായി ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. ദൈവമക്കളെ, വീണ്ടും നാം ശ്രദ്ധിക്കുമ്പോൾ 2 കൊരിന്ത്യർ 5-14 ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവനായി തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കണേ, തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റവന് വേണ്ടി ജീവിക്കുന്നവരാകണമെന്ന്. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിച്ചാൽ നാം നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാകത്തില്ല, പിന്നെയോ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരായി തീരുവാൻ, നമുക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ നമുക്കിടയാകുന്ന ഒരനുഭവം. ഇത് നാം ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? പണ്ട് ഞാൻ തമിഴ്നാട്ടിൽ തുണി വാങ്ങാൻ പോകുമ്പോൾ പിതാക്കന്മാർ പറഞ്ഞു കേട്ട ഒരു ഇതുണ്ടെന്താണ്, കൈത്തറിയുടെ ഓടുന്ന ഒച്ച, എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും, എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ അതിൻ്റെ ഒച്ചയെ പിതാക്കന്മാർ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഞാനും പോയി ഒരു കൈത്തറിയുടെ അടുത്ത് പോയി നിൽക്കുവാനിടയായി. എനിക്കും ബോധ്യപ്പെട്ടു, ഇത് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അവിടെ നിൽക്കും, പിന്നെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും, പിന്നെ അങ്ങോട്ടോടും. എൻ്റെ ക്രമം അങ്ങനെയാണ്. എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും, എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും. ഇത് ജീവിക്കുന്ന അങ്ങനെയല്ലേ? സഹോദരിമാര് പറയും, എനിക്കും ഭർത്താവിനും മക്കൾക്കും വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. യേശുവിന് വേണ്ടി ജീവിക്കുന്നവരുണ്ടോ? ആത്മമണവാളനായ യേശുവിന് വേണ്ടി നമ്മെ തന്റെ കാന്തയാക്കി മണവാട്ടിയാക്കി തന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരുത്തുവാൻ വാഞ്ചയോടെ കാത്തു നിൽക്കുന്ന യേശുവിന് വേണ്ടി ജീവിക്കുന്നവരുണ്ടോ? ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ടവരാണെങ്കിൽ, ക്രിസ്തുവിന്റെ സ്നേഹം നമ്മെ നിർബന്ധിച്ചിട്ട് നാം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരായി, അധികമായി കർത്താവിനെ സ്നേഹിക്കുന്നവരായി, കർത്താവിന്റെ കാന്തയായി മണവാട്ടിയായി തീരുവാൻ നാം ഉത്സാഹിക്കുന്നവരാകും. ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഉത്തമഗീതത്തിൽ നാം വായിക്കുമ്പോൾ ശൂന്യകാരത്തി പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൻ, അവനുള്ളവൾ. ഉത്തമഗീതം 6-3 ഞാൻ എൻ്റെ പ്രിയനുള്ളവൻ, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയൻ എനിക്ക് ഉള്ളവൻ. എത്ര പേർക്ക് സാക്ഷ്യമുണ്ട് സഹോദരങ്ങളെ? നമുക്കത് പറയാൻ കഴിയുമോ? നാം കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നവരാണ്. കർത്താവിന്റെ വരവിൽ നാം എടുത്തുകൊള്ളപ്പെടുമെന്നും തന്റെ അടുക്കൽ നമ്മെ ചേർത്തുകൊള്ളുമെന്നും നാം തന്നോട് അനുരൂപരായി തന്നോടുകൂടെ ഇരിപ്പാൻ ഇടയാകുമെന്നൊക്കെ ആവലോടെ കാത്തിരിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിനുള്ളവരാണെന്ന് നമുക്കൊന്ന് ഉറപ്പിച്ച് പറവാൻ കഴിയുമോ? ഞാൻ ലോകത്തിനുള്ളവനല്ല, ജഡത്തിനുള്ളവനല്ല, ഈ പ്രാകൃതമായ ലൗകികമായ യാതൊന്നിനും ഉള്ളവനല്ല. എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഞാൻ ഉള്ളവനല്ല. അവരെക്കാൾ അധികമായി ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിച്ചിട്ട് ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കേണ്ടവനാകയാൽ ഞാൻ കർത്താവിനുള്ളവനാണ്, ഞാൻ കർത്താവിനുള്ളവളാണ് എന്ന് ദൈവമക്കളെ നമുക്ക് ധൈര്യമായി പറയുവാനിടയാകട്ടെ. യേശു തനിക്കുള്ളവരെ ചേർക്കുവാനാണ് വരുന്നത്. നാം മലയാളം വായിക്കുമ്പോൾ അത് വ്യക്തമല്ല, മലാഖ്യപ്രവത്തിൽ വായിക്കുന്നുണ്ട്, തമിഴിൽ മറ്റു ഭാഷകളിൽ വായിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും. തന്നുടയവർകളെ ചേർക്ക വരുകിற നാളിലെന്നാണ്. തന്നുടയവർകളെ, തനിക്കുള്ളവരെ ചേർക്കുവാൻ വരുന്ന നാള്. കർത്താവിന്റെ വരവെന്ന് പറയുന്നത് ആരെങ്കിലും ചേർത്ത്, കാണുന്നവരെയൊക്കെ ചേർത്ത് കൊണ്ടുപോകുവാനല്ല, പിന്നെയോ തനിക്കായി ആവലോടെ കാത്തു നിൽക്കുന്ന തനിക്കുള്ളവരെ ചേർക്കുവാനാണ് കർത്താവ് വരുന്നതെങ്കിൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ നാൾക്കളിൽ നാം കർത്താവിനെ അധികമായി സ്നേഹിക്കുന്നവരായിരുന്ന് കർത്താവിന്റെ വരവിൽ തൻ്റെ അടുക്കൽ ചേർക്കപ്പെടുവാൻ നമുക്കിടയാകണം.
ഈ ദൈവ സ്നേഹത്താൽ നാം നിർബന്ധിക്കപ്പെട്ടവരായി തീരുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നാം വ്യക്തതയോടെ കർത്താവിനെ സ്നേഹിക്കുന്നവരാണെന്നുള്ളത് വെളിവാക്കി ജീവിപ്പാൻ നമുക്കിടയാകണം. നമ്മെ കാണുന്നവർ, നമ്മെ അറിയുന്നവർ നാം കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാണ് എന്നുള്ള ഒരു ബോധ്യത അവർക്കുണ്ടാകുവാനിടയാകണം. അക്ഷരികമായി നമുക്കറിയാം, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരോട് ചേർന്ന്, അല്ലെങ്കിൽ കുടുംബത്തിലാണെങ്കിൽ ഭാര്യ ഭർത്താവിനോട് ചേർന്ന്, ഭർത്താവ് ഭാര്യയോട് ചേർന്ന്, മക്കൾ മാതാപിതാക്കളോട് ചേർന്ന്, മാതാപിതാക്കൾ മക്കളോട് ചേർന്നൊക്കെയാണ് ജീവിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ദൈവമക്കളെ നമ്മുടെ അക്ഷരീകമായ ജീവിതമാണ്. അക്ഷരീകമായ ജീവിതത്തിൽ നാം നമുക്കുള്ളവരുമായി ചേർന്നാണ് ജീവിക്കുന്നതെന്നാൽ ആത്മീക ജീവിതത്തിൽ എന്താണ് വിശേഷത എന്ന് ചോദിച്ചാൽ, ആത്മീക ജീവിതത്തിൽ നാം കർത്താവുമായി ചേർന്ന് ഏക ആത്മാവായി ജീവിക്കേണ്ടവരാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നൊരു വാക്കുണ്ട്. ഭാര്യയോട് പറ്റിച്ചേരുന്നവൻ, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ദേഹമാകുന്നു, അവർ ഒരു ശരീരമായി തീരും എന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്ക് നമ്മെ ഓർപ്പിക്കുന്നത് എന്താണ്? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏക ആത്മാവാകുന്നു എന്നാണ്. ശ്രദ്ധിക്കണേ, ഇവിടെ ഭാര്യയോട് പറ്റിച്ചേരുന്ന അനുഭവമാണ് പറയേണ്ടത്. മറ്റൊരു ദൈവിക സത്യം വെളിപ്പെടുത്തുവാൻ വേണ്ടിയാണ് അവിടെ വേശ്യയോടെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എഫേസ്യ ലേഖനവും പത്രോസ് ലേഖനവും പഠിക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ ഇനി രണ്ടല്ല ഒന്നത്രേ, ഒരു ശരീരം അത്രേ എന്നൊക്കെ പറയുമ്പോൾ ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് പറ്റിച്ചേർന്ന് അവർ ഒരു ദേഹമായി തീരുമെന്ന് പറയുന്ന അനുഭവമാണ്. അവിടെ ഭാര്യയും ഭർത്താവും ഒന്നായി തീരുന്ന അനുഭവത്തെയാണ് ഓർപ്പിക്കുന്നത്. എന്നാൽ കൊരിന്ത്യ ലേഖനത്തിൽ മറ്റൊരാശയം വെളിപ്പെടുത്തേണ്ടതിനാണ് ആ വേശ്യ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ചിന്തയിൽ നാം ഉണരേണ്ടത്, അക്ഷരീകമായ നമ്മുടെ ജീവിതത്തിൽ നാം ഭാര്യയും ഭർത്താവും ഒന്നായിരിക്കുമ്പോൾ തമ്മിൽ ഒരു ശരീരമായി തീരുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം കർത്താവിനോട് ചേരുമ്പോൾ ഒരു ശരീരം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പിന്നെയോ ഏക ആത്മാവാകുന്നു എന്നാണ്. ശരീരം കൊണ്ട് മറ്റുള്ളവരോട് ചേർന്ന് ജീവിക്കും സഹോദരങ്ങളെ. അക്ഷരീകമായ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊടുക്കപ്പെട്ടതായ കടമകളും കർത്തവ്യങ്ങളും ഒക്കെ നിർവഹിച്ചുകൊണ്ട് ഭാര്യയോട് ചേർന്ന്, ഭർത്താവിനോട് ചേർന്ന്, മാതാപിതാക്കളോട് ചേർന്ന്, കുഞ്ഞുങ്ങളോട് ചേർന്നൊക്കെ ജീവിക്ക്. അത് നാം ചെയ്യേണ്ടതാണ്, നാം കടമപ്പെട്ടവരാണ്. പക്ഷെ ശ്രദ്ധിക്കണം കേട്ടോ, അത് നമ്മുടെ ഭൗതിക ജീവിതമാണ്, ആത്മീക ജീവിതമല്ല. ആത്മീക ജീവിതത്തിൽ ഇവരാരും നമ്മുടെ മുമ്പിലില്ല. ഇവരെ ആരെയും നാം അധികമായി സ്നേഹിക്കുന്നില്ല. ഇവരാരും നമ്മുടെ ലിസ്റ്റിലില്ല. നമുക്ക് ഒരേ ഒരാളെ ഉള്ളൂ, നമ്മുടെ കർത്താവ് മാത്രം. നാം കർത്താവുമായി ഒന്നായി ചേരുമ്പോൾ ഏക ശരീരമാകുന്നു എന്നല്ല, പിന്നെയോ ഏക ആത്മാവാകുന്നു. ഇന്ന് ഇരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ നിങ്ങൾ ഏക ശരീരസ്ഥരാണ്. പക്ഷെ വ്യക്തിപരമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ക്രിസ്തുവുമായി ഏക ആത്മാവായി തീർന്നിട്ടുണ്ടോ? നമുക്കറിയാം, ഈ പ്രാകൃത ശരീരം വിതയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ശരീരത്തെക്കുറിച്ച് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. എന്താണത്? പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുവാനിടയാകുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർക്കുവാനിടയാകുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ പ്രത്യക്ഷതയുടെ നാളിൽ നമുക്കൊരു ആത്മീക ശരീരം ലഭിക്കണമെങ്കിൽ നാം ആരായിരിക്കണം? പ്രാകൃതരായിരിക്കണമോ ആത്മീകരായിരിക്കണമോ? പ്രാകൃത ശരീരത്തിൽ വസിച്ചുകൊണ്ട് ലോകമനുഷ്യർ ജീവിക്കുന്ന പോലെ, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കപ്പെട്ട കടമകൾക്ക് ഏറ്റവണ്ണം നാം ആ നിലയിൽ ജീവിക്ക്, അത് മറുഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം വ്യക്തതയോടെ ഉണർന്ന് ഉത്സാഹിച്ച് പ്രാപിച്ചെടുക്കേണ്ട അനുഭവം, എനിക്കൊരു ആത്മശരീരം പ്രാപിക്കേണ്ടവനാണ് ഞാൻ. ആത്മാവിൽ ഞാൻ എൻ്റെ ദൈവത്തോടുകൂടെ വസിക്കേണ്ടവനാണ്. നിത്യനിത്യമായി എൻ്റെ ദൈവത്തോടുകൂടെ വസിക്കേണ്ടവനാണ് ഞാൻ. ആകയാൽ ഞാൻ എൻ്റെ കർത്താവുമായി ഏക ആത്മാവാകുവാനിടയാകണം. സഭാപ്രസംഗിയുടെ പുസ്തകത്തിലാണോ നാം വായിക്കുമ്പോൾ അതിൻ്റെ അവസാന അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, പൊടി പണ്ടായിരുന്നതുപോലെ പൊടിയിലേക്ക് തിരികെ ചേരും, ആത്മാവോ തന്നെ നൽകിയ
ദൈവത്തിൻ്റെ അടുക്കലേക്ക് തിരികെ പോകുമെന്നാണ്. ശ്രദ്ധിക്കണേ, ഈ ശരീരം ഇവിടെ മണ്ണായി പൊടിയായി അവസാനിക്കുവാനിടയാകും. ജഡരക്തങ്ങൾ ഒരിക്കലും ദൈവരാജ്യത്തെ അവകാശമാക്കുകയില്ല. പിന്നെ ആരാണ് ദൈവരാജ്യം അവകാശമാക്കുന്നത്? നാം, അഥവാ നമ്മുടെ ആത്മാവാണ്. നമ്മുടെ ആത്മാവാണ് പിതാവിൻ്റെ അടുക്കലേക്ക്, ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി പോകുന്നത്. എല്ലാവരുമല്ലെന്ന് നമുക്കറിയാം. ദൈവത്തെ അറിയാത്തവരും ദൈവത്തെ പിൻപറ്റാത്തവരും ഒക്കെ ഈ ആത്മശരീരത്തിൽ നരകത്തിലേക്ക് പോകുമ്പോൾ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ നാം ആത്മശരീരമുള്ളവരായി കർത്താവിൻ്റെ അടുക്കലേക്ക് പോകുവാനിടയാകും. ആത്മീയരായി ജീവിച്ച് ആത്മശരീരത്തിൽ ഉയർക്കുവാൻ ഭാഗ്യം ലഭിച്ചവർക്ക്, അഥവാ ക്രിസ്തുവുമായി ഏക ആത്മാവായി തീർന്ന് കർത്താവിനോടുള്ള ആത്മബന്ധത്തിൽ ഒന്നായി ജീവിക്കുന്നവരുടെ ജീവിതത്തിൽ അവർ നിത്യതയിൽ കർത്താവിനോട് കൂടെ ഒന്നായി തീരുവാനിടയാകും. നമുക്കറിയാം കർത്താവിൻ്റെ വരവിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം 19 അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നാം കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. നാം സന്തോഷിച്ചുല്ലസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി എന്ന് പറയുന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയെന്ന് കർത്താവിൻ്റെ അടുക്കൽ പോയി കർത്താവിനോടുകൂടെ സിംഹാസനസ്ഥരായിരിക്കുക, കിരീടധാരിയായിരിക്കുക, കർത്താവിൻ്റെ കാന്തയായ മണവാട്ടിയായ, അഥവാ രാജാതിരാജാവായ നമ്മുടെ കർത്താവിനോട് കൂടെ തൻ്റെ കാന്തയായി രാജ്ഞിയായി തൻ്റെ വലതുഭാഗത്തിരിക്കുവാൻ നമുക്കിടയാകണമെങ്കിൽ തൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി എന്നാണ്. എങ്ങനെയാ സഹോദരങ്ങളെ ഒരുക്കുന്നത്? ഈ ലോക ജീവിതത്തിലെ നമ്മുടെ ജീവിതം കൊണ്ടാണ് നാം അതിന് ഒരുങ്ങുവാൻ, നമ്മെ ഒരുക്കുവാൻ ഇടയാകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാം ഒരുങ്ങേണ്ടത് എങ്ങനെയെന്ന് ഉണരണം. ആത്മാവിൽ കർത്താവുമായി ഒന്നായി ചേർന്നുകൊണ്ട്, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, എൻ്റെ പ്രിയനോ എനിക്കുള്ളവൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ ഇടയാകണം. ലോകത്തിന്റെ പിന്നാലെ പോകല്ലേ, ലൗകികതയുടെ പിന്നാലെ പോകല്ലേ, പ്രാകൃതമായതിന്റെ പിന്നാലെ പോകല്ലേ, നമ്മുടെ ഭവനത്തിലുള്ള പ്രാകൃതരായവരുടെ പിന്നാലെയും പോകല്ലേ. അഥവാ നമുക്കുള്ളവരെ അധികമായി സ്നേഹിച്ച് യേശുവിനെ വിട്ട് ദൂരെ പോകുവാനിടയാകരുത്. പകരം ആത്മീയ ജീവിതത്തില് ആത്മാവിൽ കർത്താവുമായി ഒന്നായി ചേർന്നുകൊണ്ട് ആത്മീയ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും ഒക്കെ പ്രാപിച്ച് ആത്മീയ ശ്രേഷ്ഠതയിലേക്ക് നടത്തപ്പെട്ടുകൊണ്ട് ആത്മീയനായി ജീവിക്കുവാൻ നമുക്കിടയാകുമെങ്കിൽ തീർച്ചയായും ദൈവമക്കളെ ക്രിസ്തുവുമായി ഏകാത്മാവായി തീർന്നവരായി, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് അവസാനിക്കുന്നവരായി, തനിക്കുള്ളവരായി അവർ മാറ്റപ്പെടുന്നതിനാൽ തൻ്റെ വരവിന്നാളിൽ അവരെ താൻ തൻ്റെ അടുക്കൽ ചേർത്ത് തന്നോടുകൂടെ സിംഹാസനത്തിൽ ഇരുത്തുവാനിടയാകും. ശ്രദ്ധിക്കണേ, ദൈവം സ്നേഹം തന്നെ. ദൈവത്തെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല എന്നാണ്. ലോകമനുഷ്യന്റെ അനുഭവം അല്ല പറയുന്നത് കേട്ടോ. ലോകമനുഷ്യൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, അവന് ദൈവസ്നേഹവുമില്ല. ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ ദൈവം സ്നേഹം തന്നെ ആയിരിക്കയാൽ ആ നിലയിൽ ദൈവത്തെ സ്നേഹിപ്പാൻ നമുക്കിടയാകണം. ദൈവം സ്നേഹം തന്നെയാണെങ്കിൽ നാമും സ്നേഹം തന്നെയായി നമ്മുടെ ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവത്തെ തന്നെ സ്നേഹിക്കുന്നവരായി, അധികമായി ദൈവത്തെ സ്നേഹിക്കുന്നവരായി, ആ ദൈവ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ട് കർത്താവിനുള്ളവരായി ഏകാത്മാവായി ജീവിക്കുന്നവരാണ് ദൈവത്തെ അറിയുന്നവർ. ശ്രദ്ധിക്കണേ, ദൈവത്തെ സ്നേഹിക്കാത്തവരെ വായിച്ചിട്ട് 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ന് കർത്താവിൻ്റെ അടുക്കൽ വന്ന് പലരും കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു. കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ വീര്യപ്രവൃത്തികളെ ചെയ്തു. ഒരു കർത്താവിനെ അല്ല കേട്ടോ വിളിക്കുന്നത്. ആ വാക്ക് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, കർത്താവേ കർത്താവേ എന്നാണ് വിളിക്കുന്നത്. എത്രത്തോളം കർത്താവിനോട് സ്നേഹമുള്ളവരാണ്, അഥവാ കർത്താവിന്റെ പ്രവൃത്തി ചെയ്യുവാൻ ഉത്സാഹമുള്ളവരാണ്. പക്ഷെ കർത്താവ് പറയുന്ന വാക്കെന്താണ്? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഒരു നാളും അറിഞ്ഞിട്ടില്ല. അവർ യേശുവിനെ സ്നേഹിച്ചവരല്ലേ? അഥവാ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തവരല്ലേ?
യേശുവിനെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അനുഭവത്തിൽ പോകത്തില്ലോ. യേശുവിനോടുള്ള സ്നേഹ നിമിത്തമാണ് ഒരു പ്രാവശ്യമല്ല കർത്താവേ എന്ന് വിളിക്കുന്നത്, പിന്നെയോ കർത്താവേ കർത്താവേ എന്ന് പിന്നെയും പിന്നെയും വിളിക്കുകയാണ്. ഓരോ കാര്യം പറയുമ്പോഴും വിളിക്കുന്നുണ്ട്. എന്താണ്? കർത്താവേ കർത്താവേ എന്ന്. ആ മൂന്ന് അനുഭവങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. ആ മൂന്ന് ഭാഗത്തും എന്തുണ്ട്? അവർ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞിട്ടാണ് വെളിപ്പെടുത്തുവാനിടയാകുന്നത്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, അവരുടെ ചിന്ത അവരാണ് യേശുവിനെ അധികം സ്നേഹിക്കുന്നതെന്നാണ്. പക്ഷെ യേശു പറയുന്നത് എന്താണ്? ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. ഒരു നാളും അറിഞ്ഞിട്ടില്ല. എന്താ കാരണമെന്നറിയാമോ? അവർ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന് വേണ്ടി ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിപ്പാനിടയായി, വീര്യപ്രവൃത്തികളെ ചെയ്യുവാനിടയായി. പക്ഷെ കർത്താവിനെ സ്നേഹിക്കുന്നവർ ചെയ്യുന്ന ഒരനുഭവത്തിലേക്ക് അവർ വന്നില്ല. എന്താണത്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുമെന്നാണ്. അവർ ഭൂതങ്ങളെ പുറത്താക്കി, ശരിയാണ്, പ്രവചിച്ചു, ശരിയാണ്. പക്ഷെ യേശു പറയുന്നത് എന്താണ്? അവരെന്നെ സ്നേഹിക്കുന്നവരല്ല, ഞാൻ അവരെ അറിഞ്ഞിട്ടില്ല. അവരെന്നെ സ്നേഹിക്കുന്നവരല്ലായകയാൽ ഞാൻ അവരെ അറിയുന്നില്ല, അവരും എന്നെ അറിഞ്ഞിട്ടില്ല. പക്ഷേ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ, കർത്താവ് വ്യക്തമായി പറയുന്നു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതാണ് ദൈവത്തോടുള്ള സ്നേഹം. ഈ നാളുകളിൽ ആത്മീയ ഗോളത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ, സഭാബന്ധത്തിൽ നാം എന്തെല്ലാം പ്രവർത്തിക്കുന്നവരാണെന്ന് പറഞ്ഞാലും യേശു അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? പ്രവചിച്ചാലും ഭൂതങ്ങളെ പുറത്താക്കിയാലും നിനക്കുള്ളതൊക്കെ നീ അന്നദാനം ചെയ്താലും നിന്റെ ശരീരത്തെ നീ ദഹിപ്പിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താലും സ്നേഹമില്ല എങ്കിൽ ഒന്നും പ്രയോജനമില്ല എന്നാണ്. ആ സ്നേഹം എങ്ങനെ വെളിവാകണം? അധികമായി കർത്താവിനെ സ്നേഹിക്കുന്നവരായി, യേശുവിൻ്റെ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നവരായി തീരുവാനിടയാകണം. യേശു കൽപ്പിച്ച വചനങ്ങളെ അനുസരിക്കുന്നവരാണ് ആ സ്നേഹം വെളിപ്പെടുത്തുവാനിടയാകുന്നവർ. വാഗൊണ്ട് നമുക്ക് പറയാൻ കഴിയും, കർത്താവേ ഞാൻ നിന്നെ അധികമായി സ്നേഹിക്കുന്നു എന്ന്. പ്രവൃത്തിയിൽ എന്ത് വെളിപ്പെടും സഹോദരങ്ങളെ? അവൻ്റെ വാക്കുകളെ പുറന്തള്ളിക്കൊണ്ട്, അവൻ്റെ വാക്കുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട്, മറന്നു കളഞ്ഞുകൊണ്ട് നമുക്ക് ബോധിച്ച വണ്ണം ജീവിക്കുന്നവരായിരുന്ന് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യേശു പറയുന്നു, വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ആകയാൽ നമുക്ക് ദൈവത്തെ അറിയുവാനിടയാകട്ടെ. സ്നേഹത്താൽ നമ്മുടെ കർത്താവിനെ അറിയുവാനിടയാകട്ടെ. കൂടെ കിടക്കുന്നവരാണ് രാപ്പനി അറിയുമെന്ന് പറയുന്നു. നമുക്കറിയാൻ ആശയം എന്താണെന്നുള്ളത്. ഭർത്താക്കന്മാർ ഒന്നായൊരു കട്ടിലായിരിക്കുമ്പോൾ ഭർത്താവിൻ്റെ അവസ്ഥ എന്താണെന്ന് ഭാര്യയ്ക്കറിയാം, ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് ഭർത്താവിനറിയാം. വ്യക്തതയോടെ തമ്മിൽ അറിയുന്നത് ഭർത്താക്കന്മാരായിരിക്കുമ്പോഴാണ്. നമ്മുടെ കർത്താവിനെ നാം അറിയണം ദൈവമക്കളെ. സ്നേഹത്താൽ നാം നമ്മുടെ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്ന് അധികമായി കർത്താവിനെ സ്നേഹിച്ച് കർത്താവിനോട് പറ്റിച്ചേർന്ന് ഏകാത്മാവായി നാം കർത്താവിനെ അറിയണം. നമ്മുടെ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാം കർത്താവിനോടുള്ള സ്നേഹം വെളിപ്പെടുത്തേണ്ടത് കർത്താവ് നമ്മോട് പറയുന്നതൊക്കെ അനുസരിക്കുന്നവരാകണമെന്നാണ്. ഭാര്യമാരായിരിക്കുന്നവരുടെ ജീവിതത്തിൽ അറിയാം ഭർത്താവിനോടുള്ള സ്നേഹം നിങ്ങൾ എങ്ങനെ വെളിപ്പെടുത്തുമെന്നുള്ളത്. ഭർത്താവ് ആഗ്രഹിക്കുന്നത് കണ്ടുകൊണ്ട്, മുൻകൂട്ടി ആഗ്രഹിക്കുന്നത് കണ്ടുകൊണ്ട് അത് പ്രവർത്തിച്ച് തന്നെ സന്തോഷിപ്പിക്കുവാൻ, തന്നോടുള്ള സ്നേഹം വെളിപ്പെടുത്തുവാൻ എത്രയോ സഹോദരിമാർ ബന്ധപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ നിലയിൽ ഭർത്താക്കന്മാരെ പ്രസാദിപ്പിക്കുവാൻ, സ്നേഹം വെളിപ്പെടുത്തുവാൻ ഭാര്യമാർ ഉത്സാഹിക്കുന്നെങ്കിൽ നമ്മുടെ കർത്താവിനോട് നമ്മുടെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് കൽപ്പിക്കുന്നതൊക്കെയും കർത്താവിൻ്റെ വചനം കേട്ട് ചെയ്യുന്നവരായി തീരുമ്പോഴാണ് നാം അധികമായി കർത്താവിനെ സ്നേഹിക്കുന്നവരാകുവാൻ നമുക്കിടയാകുന്നത്. വാക്കുകൊണ്ട് സ്നേഹിക്കുന്നെന്ന് പറയുന്നതല്ല ദൈവമക്കളെ, പ്രവൃത്തിയിലൂടെ ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ നമുക്കിടയാകണം. അങ്ങനെ നമ്മുടെ പ്രവൃത്തിയിലൂടെ നാം ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് യേശു കൽപ്പിച്ച പ്രവൃത്തികളെ ഒക്കെ ചെയ്യുന്നവരായി തീരുമെങ്കിൽ, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ നമുക്കൊരു വാക്യം കാണുവാൻ കഴിയും. യേശു പറയുന്നു, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് നൽകിയതുപോലെ ഞാൻ
അധികാരം നൽകുമെന്നാണ്. അധികാരം നൽകും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 26-ാം ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. യേശുവിനോടുകൂടെ കൂട്ടവകാശികളായി, യേശുവിനോടുകൂടെ അധികാരം പ്രാപിച്ചവരായി, യേശുവിൻ്റെ രാജ്ഞിയായി തൻ്റെ സിംഹാസനത്തിൽ തന്നോടുകൂടെ കിരീടധാരിയായിരുന്ന് അധികാരം പ്രാപിപ്പാൻ ഇടയാകുന്ന വ്യക്തി ആരെന്ന് യേശു ഇവിടെ വ്യക്തമായി പറയുന്നു. യേശുവിനെ അധികമായി സ്നേഹിക്കുന്നവർ, യേശു കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുന്നവർ. ഇത് നമുക്കൊന്ന് തീരുമാനിച്ചേൽപ്പിപ്പാൻ കഴിയും. ഒരു നിമിഷം കണ്ണുകൾ അടച്ചാട്ടെ, മുഴങ്കലുകളെ മടക്കി ദൈവകരങ്ങളിൽ നമുക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാനിടയാകട്ടെ. അധികമായി യേശുവിനെ സ്നേഹിക്കുന്നവരായി, യേശുവിനോടുള്ള തൻ്റെ സ്നേഹത്തിൻ്റെ കാഠിന്യ ശ്രേഷ്ഠത വ്യക്തതയോടെ വെളിപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായി, ദൈവസ്നേഹം ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ചുകൊണ്ട് ആത്മശക്തിയാൽ നിറഞ്ഞ് ഓരോ നാളും ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവരായി, ആ ദൈവസ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായി, പ്രാണപ്രിയനായ കർത്താവിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തുകൊണ്ട് മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നവർ, അവൻ കൽപ്പിച്ചതൊക്കെയും അവസാനത്തോളം അനുഷ്ഠിക്കുന്നവരായി, കർത്താവിന്റെ കാന്തയായി മണവാട്ടിയായി ഒരുങ്ങുവാൻ നാം ഉത്സാഹിക്കുമെങ്കിൽ നിത്യതയിൽ കർത്താവിനോട് കൂടെ തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരുത്തരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് തിരുവെഴുത്ത് പറയുന്നെങ്കിൽ അത്യുത്തമമായത്, അതിശ്രേഷ്ഠമായത്, ഏറ്റവും നല്ലത്, ആർക്കും വെളിപ്പെട്ടിട്ടില്ലാത്ത ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവം തന്റെ കാന്തയ്ക്കായി കരുതിയിരിക്കുന്നത്, തന്റെ മണവാട്ടിക്കായി കരുതിയിരിക്കുന്നത് പ്രാപിപ്പാൻ ദൈവമക്കളെ നമുക്കിടയാകും. ഏൽപ്പിച്ചു കൊടുക്കാം. പണ്ടേ പ്രതി മാണിക്യം വെടിയുന്നവരാകരുതേ, ലോകത്തിന്റെ പിന്നാലെ പോയി നശിക്കുന്നവരാകരുതേ, പ്രാകൃതമായതിന്റെ പിന്നാലെ പോയി നശിക്കുന്നവരാകരുതേ, നമുക്കുള്ളവരുടെ പിന്നാലെ പോയി നമ്മുടെ അവകാശം നഷ്ടപ്പെടുത്തരുതേ. നമ്മുടെ കർത്താവിനെ അധികമായി സ്നേഹിച്ചുകൊണ്ട്, എൻ്റെ പ്രാണപ്രിയനായ എൻ്റെ കർത്താവിനെ ഞാൻ അധികമായി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവിനെ അധികമായി സ്നേഹിക്കുവാൻ തീരുമാനിച്ചേൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ ദൈവസ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായി കർത്താവിനുള്ളവരായി ജീവിക്കുവാൻ, കർത്താവിനുള്ളവരായി, കർത്താവിനെ സ്നേഹിക്കുന്നവരായി, കർത്താവിൻ്റെ വചനം കേട്ട് മനസ്സ് വെച്ച് കേട്ട് അതനുസരിക്കുന്നവരായി, വചനപ്രകാരം ജീവിക്കുന്നവരായി, കർത്താവ് കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുന്നവരായി തീരുവാൻ ദൈവം തന്റെ ആത്മശക്തി നമ്മിൽ പകരട്ടെ. തന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകരട്ടെ. ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എത്ര പേരുടെ ഉള്ളത്തിൽ ഇപ്പോൾ ദൈവസ്നേഹം പകരപ്പെടുവാൻ ഇടയാകും. നിങ്ങൾ അധികമായി കർത്താവിനെ സ്നേഹിപ്പാൻ ആഗ്രഹിക്കുന്നവരെങ്കിൽ, നിങ്ങൾ അധികമായി കർത്താവിനെ സ്നേഹിക്കുന്നവരെങ്കിൽ ആ ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിൽ പകരപ്പെട്ടിട്ട് നിങ്ങൾ ദൈവസ്നേഹത്താൽ നിറഞ്ഞവരായി മാറുവാൻ ഇടയാകും. സമർപ്പിച്ചേൽപ്പിച്ചു കൊടുത്താട്ട് ദൈവസന്നിധി നമുക്ക് അനുഗ്രഹമാകേണ്ടതിന്, ദൈവം നമ്മെ സഹായിച്ചുണർത്തേണ്ടതിന്, ആത്മാവിൽ നിറച്ച് അധികമായി ദൈവത്തെ സ്നേഹിക്കുന്നവരാക്കി നമ്മെ മാറ്റേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. എല്ലാവരും മനഃപൂർവ്വമായി തങ്ങളെ തന്നെ സമർപ്പിച്ചേൽപ്പിച്ചു കൊടുത്താട്ട് അഭിഷേകത്തിന്റെ ശക്തി നമ്മിൽ വ്യാപരിക്കുമ്പോഴേ, ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ പകരപ്പെടുമ്പോഴേ ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പകരപ്പെടത്തുള്ളൂ എങ്കിൽ ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുത്താട്ട് ഉള്ളം പൊങ്ങുന്നവർ, ഹൃദയത്തിൽ ധ്യാനത്തിങ്കൽ തീ കത്തുന്നവർ, ആത്മാവ് തരുന്നത് പോലെ അന്യഭാഷകളിൽ സംസാരിച്ചുകൊണ്ട് ദൈവസ്നേഹത്താൽ നിറഞ്ഞവരായി, ദൈവസ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടവരായി മടങ്ങി പോകുവാൻ ഇടയാകേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്താട്ട്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.